ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ പൊളിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നതാണ് ഈ ദിവസം തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്നലെ കുടുംബം കോടതിയെ സമീപിച്ചപ്പോൾ ഈ കല്ലറ പൊളിക്കുന്ന നടപടികൾക്ക് സ്റ്റേ കിട്ടിയിരുന്നില്ല, തുറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഇപ്പോഴും പക്ഷേ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമുണ്ട്. ഫോറൻസിക് സംഘമടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. RDO എത്തിയാൽ ഉടൻ കല്ലറ പൊളിക്കൽ ആരംഭിക്കും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതാണ് കുടുംബത്തിന് പിന്തുണയുമായി ചില സംഘടനകളും ഒക്കെ എത്തിയതോടെ ഒരു ക്രമസമാധാന പ്രശ്നത്തിന്റെ സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അന്ന് ആ നടപടികളിൽ നിന്ന് അധികൃതർ പിന്മാറിയത്. പക്ഷേ ഇപ്പോൾ കോടതി ഉത്തരവുണ്ട്. അതുകൊണ്ട് തന്നെ നടപടിയിലേക്ക് കടക്കാൻ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. ക്രമസമാധാന പ്രശ്നം മാത്രം നോക്കിയാൽ മതി. ഏതുവരെയായി കാര്യങ്ങൾ? ശ്രീജ, ഒരുപക്ഷെ ഇന്നലെ തന്നെ ഈ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നേക്കുമെന്ന ഒരു സൂചനകൾ ഉണ്ടായിരുന്നു. കാരണം കോടതി വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു വിധി വന്നാൽ ഉടൻ തന്നെ ഒരു നടപടിയിലേക്ക് കടക്കുമെന്ന കാര്യം നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടറും സബ് കളക്ടറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അറിയിച്ചതാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇനി അധികം വൈകേണ്ടതില്ല, നന്നേ പ്രഭാതത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങാമെന്നൊരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയത്. ജില്ലാ കളക്ടർ അനുകുമാരി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സബ് കളക്ടറും നെയ്യാറ്റിൻകര ഡിവൈഎസ്പി റൂറൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയാണ് രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ഫോറൻസിക് സംഘമായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം നൽകുക. ഈ കൈലാസനാഥ ക്ഷേത്രത്തോട് ചേർന്നാണ് ഈ സമാധി സ്ഥലം. അതിനോട് തൊട്ട് ചേർന്ന് തന്നെ പ്രത്യേകം സജ്ജമാക്കിയിടത്തായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക. അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ സൂര്യപ്രകാശത്തിൽ, അതായത് വെളിച്ചം നന്നായി ഉദിച്ചതിന് ശേഷം നടത്തണമെന്നൊരു നേരത്തെയുള്ള ഒരു കീഴ്വഴക്കമുണ്ട്. ഒരു പക്ഷേ അതിനു വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു പ്രായോഗികമായ സമയമായിരിക്കാം ഇപ്പോൾ. അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അവിടെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ഫോറൻസിക് സംഘം വൈകാതെ തന്നെ അവിടെ എത്തുമെന്നാണ് വിവരം. അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പായി, അതാണ് അവരുടെ ഒരു ടാർഗറ്റ്, ഉച്ചയ്ക്ക് മുമ്പായി ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ഒരു നീക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലത്തേക്ക്, അതായത് കൈലാസനാഥ ക്ഷേത്രവും ഗോപൻ സ്വാമിയുടെ വീടും ഇരിക്കുന്ന സ്ഥലത്തിന്റെ കവാടത്തിൽ നിന്ന് പിന്നീട് സന്ദർശകരെ ആരെയും അകത്തേക്ക് കയറ്റിവിടില്ല എന്ന കാര്യം ഇന്നലെ തന്നെ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അടക്കം ഇവിടെ ഈ സ്ഥലം സന്ദർശിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. അത് പോലീസിന് അവിടെ സുരക്ഷ ഒരുക്കുന്നതിനും ഉൾപ്പെടെ വലിയ തരത്തിൽ ശ്രമകരമായ ദൗത്യമായി മാറുന്ന ഒരു സാഹചര്യമായി തീരുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കർശനമായ നിയന്ത്രണം അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആരെയും ഒരു കോമ്പൗണ്ടിലേക്ക് കടത്തിവിടില്ല, ഈ വീടും പരിസരവും ഇരിക്കുന്ന കോമ്പൗണ്ടിലേക്ക് കടത്തിവിടില്ല എന്നാണ് പോലീസിന്റെ നിലപാട്. അങ്ങനെയുള്ള ക്രമീകരണങ്ങളാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഉച്ചയോടെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം മൃതദേഹം സംസ്കരിക്കുന്ന തരത്തിലേക്ക് ആയിരിക്കാം കാര്യങ്ങൾ എത്തുക. എന്തായാലും ഈ അസ്വാഭാവികത എന്താണ്, ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള അസ്വാഭാവികത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ ഇത് സ്വാഭാവികമായി സംഭവിച്ച കാര്യങ്ങൾ മാത്രമാണോ? ഇതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു ധാരണ ഉച്ചയോടെ തന്നെ, അതായത് ഈ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി 2-3 ദിവസത്തിനകം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുമായിരിക്കും. അതുവരെ എങ്ങനെയായിരിക്കണം മറ്റ് തുടർ നടപടികൾ എന്ന കാര്യത്തിലൊക്കെ പോലീസ് ആയിരിക്കും തീരുമാനം എടുക്കുക. എന്തായാലും സ്ഥലത്ത് വൻ പോലീസ് സംഘമാണ് ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത്. അരുൺ മോഹൻ കൂടി ചേരുന്നുണ്ട് നെയ്യാറ്റിൻകരയിൽ നിന്ന്. അരുൺ, ഇന്നലെ കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ തന്നെ എപ്പോൾ വേണമെങ്കിലും ഈ നടപടിയിലേക്ക് കടക്കാമെന്നൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയിലും നമ്മൾ കണ്ടത് അവിടെ ഈ ഗോപൻ സ്വാമിയുടെ മകൻ പൂജ ചെയ്യുന്നതൊക്കെയാണ്. അത് പോലീസ് ബന്ദവസാക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ പൂജയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും പോലീസിന്റെ ഭാഗത്തു നിന്ന് ആ തരത്തിലുള്ളൊരു കരുതൽ ഇപ്പോഴും ഉണ്ടാവില്ല. ഇതൊരു വിശ്വാസ പ്രശ്നമായി ആളുകൾ മാറ്റിയേക്കാം എന്നുള്ളൊരു കരുതൽ അവിടെ അധികൃതർ എടുക്കുന്നില്ലേ? തീർച്ചയായും. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ഈ സംഭവം നടന്ന ദിവസം മുതൽ തന്നെ ഇവർ പൂജാതി കർമ്മങ്ങൾ നടത്തി വന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. എല്ലാ രാവിലെയും വൈകുന്നേരമുള്ള പൂജ പോലീസിന്റെ സാന്നിധ്യത്തിൽ, ഈ പോലീസ് സീൽ ചെയ്ത സ്ഥലത്ത് തന്നെ ഇവർ പൂജ നടത്തി വന്നിരുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ ഇന്നലെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതും. ഇത് ഈ ആൾക്കാരുടെ വിശ്വാസം കൂടുതൽ അത് വ്രണപ്പെടുത്താതിരിക്കുന്ന തരത്തിലേക്ക് വിഷയങ്ങൾ മാറ്റുന്നതിലേക്ക് കൂടിയായിരിക്കാം ഒരുപക്ഷെ പോലീസ് രാവിലെ ഒരു നടപടി
നടപടിയുമായി എത്തിയത്. രാവിലെ തന്നെ പോലീസ് സംഘം ഈ പറഞ്ഞതുപോലെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന നടപടിക്രമങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകുന്നു. നെയ്യാറ്റിൻകര DSP ഷാജി, നെടുമങ്ങാട് DSP KS അരുൺകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഒരു വൻ പോലീസ് സംഘത്തെ തന്നെ അവിടെ വിന്യസിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന നടപടിക്രമങ്ങളിലേക്ക് എത്തുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരം പുലർന്നാലുടൻ തന്നെ ഈ പറയുന്ന നടപടിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ജനങ്ങളുടെ ഈ പറയുന്ന ഒരു ഇന്നലെ നേരത്തെ താൻ സൂചിപ്പിച്ചതുപോലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് പല മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനും മറ്റു വിഷയങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി മാത്രമായിരിക്കാം ഒരുപക്ഷെ പോലീസ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. എന്തായാലും ഇന്നലെ ആശുപത്രിയിലായിരുന്ന ഗോവൻ സ്വാമിയുടെ കുടുംബാംഗങ്ങൾ തിരികെ എത്തിയിട്ടുണ്ട്. മരുമകൾ ഒഴികെ എല്ലാവരും ഇപ്പോൾ വീട്ടിലുണ്ട്. പക്ഷെ അവരെല്ലാവരും ഇപ്പോൾ പോലീസ് തടങ്കലിലാണ് എന്നാണ്, കരുതൽ തടങ്കലിലാണെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വരും മണിക്കൂറുകൾക്കുള്ളിൽ അവരുടെ പോലീസിന്റെ ഈ നടപടിക്രമം പൂർത്തിയാക്കും അല്ലെങ്കിൽ ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. അവിടേക്ക് ഇപ്പോൾ ഈ വിവരം എങ്ങനെയാണ് നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? അവിടേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ ഒരു ആളുകളുടെ തിരക്ക് തുടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായും ഈ കേട്ടും അറിഞ്ഞ് മാധ്യമങ്ങളിലൂടെയാണ് ഒരുപക്ഷെ ഈ ഒരു വിവരം അറിയുന്നത്. അത്ര രഹസ്യ സ്വഭാവത്തോടുകൂടിയാണ് പോലീസിന്റെ നടപടിയിലേക്ക് എത്തിയെന്നുള്ളതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം പുലർച്ചെയാണ്, പലരും ഉണർന്നെടിയിക്കുന്ന സമയമാണ്. ഒരു ഗ്രാമാന്തരീക്ഷമാണ്. ദേശീയപാതയ്ക്ക് അടുത്താണെങ്കിൽ അവിടെ നിന്ന് ഏകദേശം 2-2.5 കിലോമീറ്ററോളം ഉള്ളിലോട്ട് വരേണ്ട ഒരു പ്രദേശമാണ് ഈ പറയുന്ന സ്ഥലം. അപ്പൊ സ്വാഭാവികമായിട്ട് കുറച്ച് ജനവാസം കുറഞ്ഞ സ്ഥലമാണ്. അപ്പൊ അക്കാരണത്താൽ അറിയുന്നില്ല. എന്നാലും പരസ്പരം വിളിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കാം പോലീസ് രാവിലെ തന്നെ നടപടിയിലേക്ക് എത്തിയത്. എന്തായാലും പോലീസ് ധാരാളം പോലീസിനെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അരുൺ, ഈ പോലീസ് വിന്യാസം എപ്പോൾ തുടങ്ങി? അതായത് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കാനുള്ളൊരു തയ്യാറെടുപ്പ് എപ്പോൾ മുതൽ തുടങ്ങി? ഇന്നലെ രാത്രി ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ദൃശ്യങ്ങളാണല്ലോ കാണുന്നത്. ആ സമയത്ത് തന്നെ അവിടെ കുറച്ച് പോലീസുണ്ട്. പക്ഷെ ഇങ്ങനൊരു നടപടിയിലേക്കുള്ള തയ്യാറെടുപ്പുകൾ എപ്പോൾ തുടങ്ങിയിട്ടുണ്ട്? നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇന്നലെ പലപ്പോഴായി, അതായത് മാധ്യമങ്ങൾ അവിടെ നിന്ന് ഒഴിയുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടി പലപ്പോഴും മഫ്തിയിൽ ഉൾപ്പെടെ പോലീസിനെ അവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഒരുപക്ഷെ ഏറ്റവും അവസാനം പോയത് ഇന്നലെ ആ സ്ഥലത്ത് നിന്ന് പോയത് ഞങ്ങളുടെ സംഘമാണ്. ആ സമയത്തും അവിടെ പോലീസ് ഉണ്ടായിരുന്നു. അവിടെ ഇട്ടിരുന്ന പോസ്റ്റ് ചെയ്തിരുന്ന പോലീസിനൊഴികെ മഫ്തിയിലുള്ള പോലീസ് സംഘവും ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് പുലർച്ചയോടുകൂടി ആയിരിക്കാം ഈ പറയുന്ന വൻ പോലീസ് സംഘം ഈ പറയുന്ന നെയ്യാറ്റിൻകര DSPയുടെ കീഴിലുള്ള വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള സംഘങ്ങൾ ഇവിടത്തേക്ക് എത്തിയത്. എന്തായാലും 4 മണിക്ക് ശേഷമാണ് ഇവിടെ എത്തിയെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 മണിയോടുകൂടി പോലീസ് എത്തി. തുടർന്ന് 5 മണിയോടുകൂടി സ്ഥലത്തേക്ക് അവരുടെ ആധിപത്യം ഉറപ്പിച്ചു തുടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. ശരി അരുൺ, അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വീണ്ടും അരുണിലേക്ക് എത്താം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഈ 2025 നമുക്ക് കേൾവിയില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളുമാണ് അവിടെ നിന്ന് കേൾക്കുന്നതെങ്കിലും അതിനൊരു വിശ്വാസത്തിൻ്റെ ഒരു മേൽമൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഉദ്യോഗസ്ഥ സംഘമൊക്കെ വലിയ ശ്രദ്ധയോടെയാണ്. കാരണം ഏത് തരത്തിലുള്ള വികാര നിമിഷങ്ങൾക്കും നമ്മൾ സാക്ഷ്യം വഹിച്ചേക്കാം. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അതിനുള്ളൊരു കരുതൽ, ഈ കുടുംബാംഗങ്ങൾ ഒപ്പം അവിടേക്ക് എത്താറുള്ള സംഘടനകൾ, ഇവരെയൊക്കെ തടയാൻ തൽക്കാലത്തേക്ക് ഈ പോലീസിന് അവരുടെ ജോലി കൃത്യമായി ചെയ്യാൻ എന്തൊക്കെ ഒരുക്കങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്? ശ്രീജ, അങ്ങനെ ഒരു പ്രതിഷേധം ഇന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതകളും ഇല്ല എന്നാണ് പോലീസിന്റെ വിലയിരുത്തലിനാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടന പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അങ്ങനെ ഒരു പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലം എന്നുള്ളത് നമുക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. അവർ പ്രധാനമായും മുമ്പോട്ട് വെച്ചിരുന്ന ഒരു ആവശ്യം കുടുംബത്തിന് നോട്ടീസ് നൽകണം, സാവകാശം നൽകണം, കോടതിയെ സമീപിക്കാനുള്ള ഒരു സമയം നൽകണം എന്നതായിരുന്നു. അത് കൃത്യമായി പോലീസ് പാലിച്ചു, ജില്ലാ ഭരണകൂടം പാലിച്ചു. എല്ലാ നടപടിക്രമങ്ങളും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ നടപടിക്രമങ്ങൾ മുഴുവൻ നിർത്തിവെച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാനുള്ള ഒരു സാവകാശം കുടുംബത്തിന് നൽകാൻ പോലീസിന് കഴിഞ്ഞു. അങ്ങനെ അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വിധി ഉണ്ടാകുന്നു. അവിടെ പോലീസിന്റെ നടപടികൾക്ക് വേഗമായി വരുന്നു. അതിനിടയിലാണ് ഇന്നലെ രാത്രി വൈകി ഹിന്ദു ഐക്യവേദി അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് കുറിക്കുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ
പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു തരത്തിലുള്ള പ്രകോപനവും ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല. ഒരു പ്രവർത്തകൻ പോലും ഇവിടെ പ്രതിഷേധവുമായി എത്തില്ല. നീതിന്യായ വ്യവസ്ഥയിൽ തങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ജില്ലാ കളക്ടർ അനുകുമാരി അവിടെ എത്തിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അതായത് പൂർണ്ണ